മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടി രഞ്ജിതയുടെ ജീവിതത്തെക്കുറിച്ച് മുൻപും പല കഥകളും പ്രചരിച്ചിട്ടുണ്ട്. നിത്യാനന്ദ സ്വാമിയുടെ ഭക്തിയായിരുന്ന നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നത് മുതലാണ് വലിയ വിവാദങ്ങൾ അത്രയും ഉണ്ടാവുന്നത്. എന്നാൽ ഇന്ന് നിത്യാനന്ദയുടെ കൈലാസത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റാണിയെ പോലെയാണ് രഞ്ജിത വാഴുന്നത്. അഭിനേത്രിയായി സിനിമയിൽ തിളങ്ങി നിന്ന കാലത്താണ് നടി ആത്മീയതയിലേക്ക് പോകുന്നത്. രഞ്ജിതയ്ക്കൊപ്പം സഹോദരിമാരും ഈയൊരു ആശ്രമത്തിലേക്ക് എത്തി. മക്കളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി നടിയുടെ പിതാവ് കഠിനമായി ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ തമിഴിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രഞ്ജിതയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. 90കളിൽ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നത്രേ നടി രഞ്ജിത. ആന്ധ്രാപ്രദേശിൽ ജനിച്ച രഞ്ജിതയുടെ പിതാവ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. സിനിമയോട് വലിയ താല്പര്യം ഉള്ളതിനാലാണ് ജോലി ഉപേക്ഷിച്ച് ചെന്നൈയിൽ വന്ന അദ്ദേഹം അവസരത്തിന് ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നത്. ഇതോടെയാണ് തന്റെ 3 പെൺമക്കളിൽ ഒരാളെങ്കിലും അഭിനേത്രിയാക്കാൻ തീരുമാനിക്കുന്നത്. മൂത്ത മകൾ നിർമ്മലയ്ക്കും ഇളയ മകൾ ജ്യോതിക്കും അഭിനയത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ മകളായ രഞ്ജിതയ്ക്ക് അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പിതാവ് മകളെ ഒരു അഭിനേത്രിയാക്കാൻ ശ്രമിച്ചത്. ആദ്യം ഒരു സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം രഞ്ജിതയുടെ പിതാവ് ഭാരതി രാജയുടെ അടുത്തെത്തി തന്റെ മകളെ അഭിനേത്രിയാക്കാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ നാടോടി തെன்றൽ എന്ന ചിത്രത്തിൽ രഞ്ജിത അഭിനയിക്കുകയും ഈ സിനിമയിലൂടെ നടി പ്രശസ്തിയിലേക്ക് എത്തുകയും ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലുമായി സൂപ്പർ താരങ്ങളുടെ നായികയായി തന്നെ രഞ്ജിത തിളങ്ങി. ഹിറ്റായ നിരവധി ചിത്രങ്ങളിൽ നടി അഭിനയിക്കുകയും ചെയ്തു. ഇതിനിടെ ആർമി മേജറായ രാകേഷ് മേനോനെ വിവാഹം കഴിച്ച് കുടുംബിനിയായി മാറുകയും ചെയ്തു. എന്നാൽ വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ ഇരുവരും അഭിപ്രായ വ്യത്യാസത്തിലാവുകയും അതോടൊപ്പം തന്നെ വേർപിരിയുകയും ചെയ്തു. ഭർത്താവുമായി പിരിഞ്ഞതിനു ശേഷം രഞ്ജിത മിനിസ്ക്രീനിൽ ഏതാനും സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ആത്മീയതയിലേക്ക് തിരിയുന്നതും നിത്യാനന്ദയുമായി പരിചയത്തിലാവുന്നതും. നിത്യാനന്ദയ്ക്കൊപ്പം വർഷങ്ങളോളം ആത്മീയ യാത്ര ചെയ്ത നടി സിനിമ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിരുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഗോസിപ്പുകളിലൊന്നും കുടുങ്ങാത്ത രഞ്ജിത നിത്യാനന്ദയുടെ പേരിൽ വിമർശിക്കപ്പെട്ടു തുടങ്ങി. രഞ്ജിത വരുന്നതുവരെ നിത്യാനന്ദയുടെ ആശ്രമത്തിലെ മുഖ്യ ശിഷ്യയായിരുന്ന സ്ത്രീയെ ആട്ടിയോടിക്കുകയും ആ സ്ഥാനത്തേക്ക് രഞ്ജിത എത്തുകയും ചെയ്യുകയായിരുന്നു. ഈ ദേഷ്യത്തിലാണ് രഞ്ജിതയും നിത്യാനന്ദയും ഒരുമിച്ചുള്ള കിടപ്പുമുറി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. എന്നാൽ രഞ്ജിത മാത്രമല്ല, അവർക്ക് പിന്നാലെ സഹോദരിമാരായ നിർമ്മലയും ജ്യോതിയും നിത്യാനന്ദയുടെ ആശ്രമത്തിൽ എത്തുകയും ഭക്തരായി മാറുകയും ചെയ്തിരുന്നു. ഇതോടെ മക്കളെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് രഞ്ജിതയുടെ പിതാവ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തെങ്കിലും മൂത്ത മകളായ നിർമ്മലയും രഞ്ജിതയും നിത്യാനന്ദയുടെ ആശ്രമത്തിൽ നിന്ന് വരാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇളയ മകൾ ജ്യോതി അച്ഛനൊപ്പം പോവുകയും ചെയ്തു. ഇന്ന് നിത്യാനന്ദയുടെ കൈലാസത്തിലെ പ്രധാന മന്ത്രിയാണ് രഞ്ജിത. കൈലാസയുടെ എല്ലാ നിയന്ത്രണങ്ങളും രഞ്ജിതയുടെ കൈകളിലാണെന്നും അദ്ദേഹത്തിന്റെ എല്ലാമായി അവർ അവിടെ വാഴുകയാണെന്നുമാണ് മാധ്യമപ്രവർത്തകനായ തമിഴ് പാണ്ഡ്യൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.